ജേർണലിങ് 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 എங்கே பார்த்தாലും ജേർണലിങ്. ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫുള്ള് ജേർണലിങ്. അപ്പോൾ പിന്നെ ഞാനായിട്ട് ചെയ്യാണ്ടിരിക്കണ മോശമല്ലേ? സംഗതി എൻ്റെ ഈ സോ കോൾഡ് ജേർണലിങ് സപ്ലൈസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ പാവങ്ങൾ. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ എന്ത് സാധനം കിട്ടിയാലും ഞാൻ എടുത്തു വെക്കും. അതിപ്പോൾ ഒരു മിഠായി കവറാണെങ്കിലും മഷി കഴിഞ്ഞ പേനാണെങ്കിലും ഒരു പേപ്പർ കഷ്ണം പോലെ ആണെങ്കിലും ഞാൻ കളയില്ല. എന്തോ കളയാൻ തോന്നിയില്ല. സൈക്കോളജിയിൽ ഈ സ്വഭാവത്തിന് എന്തോ ഹോർഡിങ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. എൻ്റെ ഈ സ്വഭാവം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ലോണം അറിയണോണ്ട് തന്നെ ഓരെല്ലാവരും എന്നെ ഒരു പ്രത്യേക പേരും വിളിക്കലുണ്ട്. എൻ്റെ സ്റ്റാറ്റസിനെ ബാധിക്കുന്നുള്ളതുകൊണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. വേറൊരു സാധനം ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചാൽ പർപ്പിൾ കളർ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ സ്വഭാവം ഉള്ളതുകൊണ്ട് അതും കളയാൻ തോന്നിയില്ല. സോ അത് വെച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് പുഷ്പങ്ങൾ ഇവിടെ വരക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്ലവറായിട്ട് തോന്നുന്നുണ്ടാവില്ലല്ലേ? സാരല്ല, കുറച്ചേരം കഴിഞ്ഞാൽ തോന്നിക്കോളും. സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ബ്രൗൺ കവറില്ലേ, അതാണ് കേട്ടോ ഞാൻ ആ കോർണറിൽ കൊണ്ടുപോയി ഒട്ടിച്ചത്. എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ലല്ലേ? ഒരു വിൻറ്റേജ് ലുക്ക് തോന്നിക്കോട്ടെ എന്ന് കരുതി ഒന്നും നോക്കില്ല. പണ്ടത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ എടുത്തിട്ട് ഒരു പേജ് അങ്ങ് തീരും. എന്നിട്ട് അതിൻ്റെ ഒരു പീസും കൂടി ഒട്ടിച്ചു കൊടുത്തു. ഫ്ലവേഴ്സൊക്കെ ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഇലകളൊക്കെ വരച്ചെടുക്കണ്ടേ. നിങ്ങൾ വല്ലാണ്ട് ആ പുഷ്പങ്ങളങ്ങ് ഫോക്കസ് ചെയ്യണ്ട കേട്ടോ. വല്ലാണ്ട് നോക്കിയാൽ പല അപാകതകളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഏസ്തറ്റിക് ലുക്കായില്ലേ? ഈ പർപ്പിൾ പൂവ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പൂവ് ഡ്രൈ ആക്കാൻ വെച്ചിരുന്നല്ലോ. കിട്ടി ഗൈസ്. ഇതേതാ ഫ്ലവർ എന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സംഗതി ഡ്രൈ ആക്കാൻ വെച്ച കാര്യം മറന്നു പോയോണ്ട് സംഭവം വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയിക്കണ്. കുഴപ്പമില്ല, വിൻറ്റേജ് ലുക്കാണല്ലോ നമ്മളെ മെയിൻ. ലുക്കൊന്ന് കൂട്ടാൻ കുറച്ച് അലങ്കാര പണികൾ ആ ബ്രൗൺ കവറിന്മേൽ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് ബാക്കിയുള്ളത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളൂ. ഉള്ളത് വെച്ച് ഓണം പോലെയെന്നാണല്ലോ. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആവാൻ ചെറിയൊരു സ്റ്റിക്കി നോട്ട് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും എന്തോ ഒരു അപാകത. വിചാരിച്ചത്ര കളർഫുൾ ആയില്ല എന്ന് തോന്നിയോണ്ടേ കുറച്ച് കളർ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഒന്ന് കീറിയെടുത്തിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിനും ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു കോട്ടും എഴുതി സെറ്റാക്കുന്നുണ്ട്. ലുക്കിന് കുറവ് വരരുതല്ലോ. ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് കൂടി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്നാലും എന്തോ ഒരു കുറവില്ലേ? എനിക്കും തോന്നി. ഒന്നും നോക്കില്ല, ഒന്ന് ക്യൂട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീം കൂടി വരച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഫ്രൂട്ട് സലാഡ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ലാതെ ചെയ്തതായോണ്ടേ ഇതങ്ങനെ ഒരു വെറൈറ്റി ആവട്ടെ. ഐസ്ക്രീമിനൊരു ബ്ലാക്ക് ഔട്ട്ലൈനും ഒരു കണ്ണും മൂക്കൊക്കെ കൊടുത്തിട്ടൊരു ക്യൂട്ട് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും പരീക്ഷിക്കാൻ മാത്രമുള്ള സ്പേസ് അവിടെ ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ ഫൈനലി എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ട് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ. സംഗതി ഞാൻ എൻ്റെ എല്ലാ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി സമയമുണ്ടല്ലോ. എൻ്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങളെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.